പേടിക്കില്ലായിരുന്നു. എവിടെ പോയാ അതേ കിടക്കണ. ചേട്ടാ ഇതെങ്ങനെ മദ്രാസിലോട്ട് പോയി? ആ തമിഴത്തേടെ കൈ കിട്ടിയ പിന്നെ ഊരിയെടുക്കാൻ പാടാ. ഹലോ ഹലോ ഏ പയ്യൻ ഇങ്ങോന്ന് എന്നെ ഗ്ലാഡ് മീറ്റ് യു. എന്താ പേര്? കൊച്ചുവാസു. മുഖത്തെന്താ ഭാഗ്യരേഖ പോലൊരു പാട്? നാക്ക് പഠിക്കാൻ നേരത്ത് ഈർക്കിലും ഉണ്ടതാണേ. അപ്പൊ തൊലിക്കെട്ടി തീരെ കുറവാണല്ലേ? ആ സാറ് ഞാൻ കണ്ണപ്പൻ, ടെസ്റ്റർ കണ്ണപ്പൻ. ടെസ്റ്ററാ? ആ എന്ത് സാധനവും ടെസ്റ്റ് ചെയ്യും. ഓഹോ, എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങ് തന്നാ മതി. 5 മിനിറ്റിനുള്ളിൽ റിസൾട്ട് പറയും. ഞാൻ കുറെ ആളായി ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പഞ്ചസാര ഉണ്ടോന്നൊരു. ഓ അതിട്ട് കുറഞ്ഞാൽ സാരമില്ല, വേഗം എടുത്തുണ്ടാ ചൂടാറാതെ. പറ്റിയൊരു ചെറിയ പാത്രം വേണമല്ലോ. ചെറിയ പാത്രം എന്തിനാ, വലിയ പാത്രം തന്നെ ആയിക്കോട്ടെ. വേദല്ലോ ചൂടാറാതെ വേഗം കൊണ്ടുവരൂ. അപ്പൊ ഒരു മിനിറ്റ് നിൽക്കണേ, ഞാൻ പോരാ. ഊണിന് മുമ്പ് ഒരു കാപ്പി കൂടി ആകാം. 5 മിനിറ്റ് മുമ്പ് ഒഴിച്ചു കളഞ്ഞോണ്ട് ഇത് കുറച്ചേ ഉള്ളൂ. നിങ്ങളെന്താ ടാറ്റയുടെയും പിള്ളയുടെ മക്കളാ ചുമ്മാങ്ങ ഒഴിച്ചു കളയാനായിട്ട്? പ്രതീക്ഷിച്ചില്ലല്ലോ. തൽക്കാലം ഇതൊന്ന് ടെസ്റ്റ് ചെയ്യും. അപ്പഴേയും വല്ലപ്പം വരും. പലവും മാർക്കറ്റിൽ പോയിരിക്കണം. അവനാണെങ്കിൽ ലേശം വയറേടിയുടെ അസുഖമുണ്ട്. അപ്പൊ അതുമായി അതാവുമ്പോ കുറച്ച് കൂടുതൽ കാണും. അപ്പൊ ഇന്ന് കോളാണ്. എന്താണോ ഇത്? മൂത്രം വല്ലപ്പെട്ടത് മറ്റതാണ്. വേണ്ട, എന്നോടിത് വേണ്ട. ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പിന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എന്നോട് കളിച്ചാലേ നീ ഒന്നും അധികകാലം മൂത്രം ഒഴിക്കൂല. ഇനിയിപ്പോ ആ ചെമ്പെടുക്കണമെങ്കിൽ പണ്ടാണെങ്കിൽ തമിഴ്നാട് വരെ പോണം. കാശ് എത്ര ചെലവാ? ആദ്യം ചെട്ടിയെടുക്ക. പോയി 50 രൂപ പോയി. സാരമില്ല, 5 കൊല്ലം ഉപയോഗിച്ചല്ലേ, അത് മതി. உப்பே போடல, ஆனா உப்பு கக்கிது. அட்ஜஸ்ட். ആഹാ, വാസുവേട്ടൻ വടിയും കുത്തി എങ്ങോട്ടാ? സബർമതിയിലേക്കാ? അല്ല, ഉപ്പ് സത്യാഗ്രഹത്തിന് നീ വരുന്ന? ആ ചോറ് തിളച്ച മുന്നിട്ടൊന്ന് വാർത്തിടാൻ തോന്നിയ മനുഷ്യൻ. ഇനി അതൊരു വാർത്തയാക്കി. നീ എന്താടാ വെറും കൈയോടെ? വെറും കൈയല്ലല്ലോ, കാലിസഞ്ചി ഉണ്ടല്ലോ. നീയൊന്നും മേടിച്ചില്ലേ? കേരളത്തിൽ ഇന്ന് ഹർത്താലാ. എന്തിന്? ഇന്ത്യ ക്രിക്കറ്റിൽ ജയിച്ചു. അപ്പൊ സാരില്ല. എടാ, റോഡിനപ്പുറം തമിഴ്നാട്ടിൽ നിനക്ക് അവിടുന്ന് മേടിക്കാൻ പാടില്ലായിരുന്നു. പട്ടി വാങ്ങും. അതല്ലേ നിന്നെ തന്നെ വിട്ടത്. എടാ, തമിഴന്മാര് നമ്മുടെ ശത്രുക്കളാണ്. തമിഴ്നാട്ടിൽ നിന്ന് വെണ്ടക്ക വാങ്ങിച്ച് കറി വെച്ച് കേരളത്തിൽ ആരും ഉണ്ണണ്ട. എന്നാ പിടി കാശ്. ഇത് 10 ഉള്ളൂ. ബാക്കി കാശിന് ഞാനൊരു വടയും ചായം കഴിച്ചു. ഹർത്താലിൽ എവിടെയാ ചായക്കട? തമിഴ്നാട്ടില്. ഓഹോ, അപ്പൊ നീയല്ലേ പറഞ്ഞ തമിഴ്നാട്ടിൽ ഒന്നും മേടിച്ച് ഇവിടെ കറി വെക്കണ്ടെന്ന്? അത് കറി വെക്കണ്ടെന്നല്ലേ പറഞ്ഞോളൂ. ആണല്ലേ? എനിക്ക് ഇന്ന് 2 പേരും പച്ചച്ചോറ് അങ്ങനെ കേറ്റിയാ മതിയേ. എടാ, എനിക്ക് പച്ചച്ചോറ്. എനിക്ക് പറ്റില്ല. ജയിലിൽ കിടന്നപ്പോഴും ഞാൻ. എന്താ ജലദോഷം ഉണ്ടായാ? ഇന്ന് നമ്മൾ സാമ്പാർ കൂട്ടി ഉണ്ണും. എക്യുപ്മെന്റ്സ് എല്ലാം റെഡി. ടെസ്റ്റിങ്ങിനുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നായി പോരട്ടെ. കറികളൊന്നുമില്ലേ? നെറ്റിയിൽ എന്താ ചട്നിയാ? അല്ല, പുണ്ണാക്ക്. അത് തലക്കകത്തല്ലേ? ഈശ്വര, കഷ്ണങ്ങൾ വാരി ഇടുന്നതിന് മുമ്പ് ആ തള്ളച്ചി വരല്ലേ. പോരട്ടെ. തെറ്റിപ്പോവല്ലേ. അടി തെറ്റിയാ സാമ്പാറും വീഴുന്നാ. കഷ്ണം 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 കൊള്ളാം. ഞാനെന്തോ മറന്നല്ലോ. കൈ കഴുകിയില്ല. ഈ കട്ട് തിന്നതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണല്ലേ. കോളിഫ്ലവർ മാതിരിയുള്ള എന്തോ പച്ചക്കറിയാണെന്നാ തോന്നണത്. ഇച്ചിരി കൂടുതലാ. ശരിയാ. ഒരു കഷ്ണം കണ്ടാ? ഒറ്റ കഷ്ണം. ഒരു കഷ്ണം തരുള്ളൂ, ഇനി ചോദിക്കരുത്. ഒരു പക്ഷെ ഇത് പിഴിഞ്ഞു തിന്നേണ്ടതായിരിക്കോ? വലിയ പണക്കാരല്ലേ, ഊട്ടിന്ന് കൊടക്കനാലിന് കൊണ്ടുവന്ന. ഈ റബ്ബർ പോലത്തെ ഏതോ പച്ചക്കറിയാണെന്നാ തോന്നണേ. ഒരു പക്ഷെ ഈ പച്ചക്കറി റബ്ബർ തോട്ടത്തിൽ നിന്നുണ്ടായിരിക്കും. നിങ്ങൾ കൂടെ നോക്കട്ടെ. ശരിക്കും ക്ലീൻ ചെയ്തിട്ടില്ല. ഇതിന്റെ ഇലയൊക്കെ കിള്ളിക്കളഞ്ഞെന്നാ തോന്നണ. ഹായ്, കാണാതായെന്ന് ചട്ടി തിരിച്ചു കിട്ടിയടാ. ഇത്രയും നല്ല സാമ്പാർ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല.
അല്ല ഞാൻ അറിയാണ്ട് ചോദിക്കുക, നിങ്ങൾ ഈ തമിഴ്നാട്ടുകാർ സാമ്പാറിൽ ഉണക്കച്ചെമ്മീൻ ചേർക്കാറുണ്ട്? എന്താ ഒരു ടേസ്റ്റ്, എന്താ ഒരു സ്മെല്ല്! ഓ, സാമ്പാർ തീർന്നു. சாம்பார் மட்டும் இல்ல சோறும் தீர்ந்து போச்சு. ശരിയാണല്ലോ. இனிமே ഞങ്ങള് சாப்பிடுறக்கே புதுசா ഉണ്ടാക്കണം. സാരില്ല, ഞാനത് വീണ്ടും ടെസ്റ്റ് ചെയ്തോളാം. അല്ല, എനിക്ക് ഇവിടുത്തെ ആചാരം അറിയാത്തതിന്റെ പേര് ചോദിക്കാം, ഈ ഇല ഞാൻ എടുക്കണോ? വേണ്ട, അതും തിന്നോ. ആശ്വാസമായി. പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ ചെന്നപ്പോ നിങ്ങൾ എത്തിയിട്ടില്ലെന്നറിഞ്ഞ് അന്വേഷിച്ചിറങ്ങിയതാ. ഊണ് കഴിച്ചിട്ട് ഇറങ്ങാലോന്ന് കരുതി. ആ ഇടിയന്തോമ്മയുടെ നിറം മാറുന്നതിന് മുമ്പ് വേഗം ചെന്ന് ഒപ്പിട. ഇന്ന് രാവിലെയും തന്റെ വാടക വീടിന്റെ ഉടമസ്ഥൻ വന്നിരുന്നു. കുടിശ്ശിക ചോദിച്ച് ബഹളം ഉണ്ടാക്കി. ഒരാഴ്ചത്തെ സമയവും പറഞ്ഞു പോയിരിക്കുക അയാള്. കക്ഷത്തിലിരിക്കുന്നതും പോയി, ഉത്തരത്തിലിരിക്കുന്ന എടുക്കാനും വയ്യാന്ന പോലായി ഞാൻ. ഒക്കെ ശരിയാവും അമ്മാവ, എല്ലാത്തിനും ഒരു സമയം എടുക്കുമല്ലോ. വീട്ടുടമസ്ഥൻ പറഞ്ഞ ഒരാഴ്ച, ആ അവധിയെ എനിക്കും തരാനുള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. നിങ്ങളുടെ രണ്ടുപേരുടെയും കണ്ണ് അവന്റെ മേലായിരിക്കണം. പ്രശ്നം തീർക്കാതെ അവനെങ്ങാനും മുങ്ങിയ എന്റെ കാശും പോവും, ഞാൻ അകത്തു ആവും. നിന്നെ സംശയിക്കുന്നോണ്ട് പറഞ്ഞതല്ല, എന്റെ അവസ്ഥ അതാ. ചേട്ടൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഞാൻ മുങ്ങിയ 15 ലക്ഷം രൂപയാ ചേട്ടന് പോകുന്നത്. പിന്നെ പോലീസ് കേസും. എനിക്ക് 5 പോവുള്ളൂ. പക്ഷേ ആ 5 വെച്ച് എന്തൊക്കെ സ്വപ്നങ്ങളാ ഞാൻ നെയ്തു കൂട്ടിയിരിക്കുന്നതെന്ന് എനിക്കേ അറിയൂ. ഞാൻ ഒളിച്ചോടില്ല ഏട്ടാ. ഒക്കെ പരിഹരിച്ചിട്ട് ഈ ദിനേശം പിന്മാറൂ. ഞാനൊരു മനുഷ്യപ്പറ്റില്ലാത്തവനാണെന്ന് കരുതരുത് ദിനേശ. മനസ്സിലെ ആദ്യം കൊണ്ട് പറഞ്ഞേ ഉള്ളൂ. എന്തായാലും സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിട്ട് കഴിച്ച് നമുക്ക് വാടക വീട് വരെ ഒന്ന് പോവാം. ഇന്നൊരു വിശേഷമുള്ള ദിവസമാ. അമ്മാവന്റെ 67ാം പിറന്നാള്. പോകുന്ന വഴിക്ക് 2 കുപ്പി പട്ടാളവും സംഘടിപ്പിക്കണം. കുറച്ചു നേരത്തേക്കെങ്കിലും മനപ്രയാസവും വിഷമൊക്കെ മറക്കാലോ. അതില് കൊട പിടിച്ചു വരുന്ന വയസ്സിനെ ഒഴിച്ചുള്ള 3 പേരെയാ. ആ ലൈറ്റ് ഗ്രീൻ ഷർട്ട് ഇട്ടിരിക്കുന്നവനില്ലേ, അവൻ താ വലിയ പ്രശ്നക്കാരൻ. ஓகே, அவனை நானே ஹேண்டில் பண்றேன். மீதிக்கு 3-4 பேரை கூடி அரேஞ்ச் செய்யணும். கொஞ்சம் செலவாகும். என்ன வேணும் சொல்லு. 2000. இந்தா, இதுல 2500 ரூபாய் இருக்கு. അടി വാങ്ങി അവന്മാര് ഇങ്ങേ നിന്ന് ഓടിനാ കന്യാകുമാരി ചെന്ന് താൻ നിക്കണോ? அந்த வேலை இந்த முத்துவினும். ஓகே ஓகே, എല്ലാം വാങ്ങിയോ? പിന്നെ ചാക്കിൽ എല്ലാം റെഡി. ഇനി അങ്ങേ ചെന്ന് സെറ്റപ്പ് ചെയ്താൽ മാത്രം മതി. ഇതെന്താ ഒന്ന് വായിച്ചേ. മലയാളികള് തറകള്, സൂപ്പർ. ഇത് തുണിയില്ല ചത്തകള്. അടിപൊളി. ഇത് മലയാളി മലയാളി അലവലാദികള്. ദൈവമേ, ശരിയാണോ? ആണോ 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 ശരി, നിങ്ങൾ എഴുതിയിരിക്കുന്നെല്ലാം സൂപ്പർ. താങ്ക് യു താങ്ക് യു താങ്ക് യു. അവര് വരുമ്പോ ഞാൻ സിഗ്നൽ തരും. താൻ ഉടനെ തിരികെ തീ കൊളുത്തണം. ഓ, അതെല്ലാം ഈ ടെസ്റ്റർ കണ്ടപ്പൻ ഏറ്റു. ആ അലമാരക്കകത്ത് എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ആണോന്നോ? 200 ഗുണ്ട്, 5 അമിട്ട്, 4 ഗർഭം കലക്കി തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പട്ടണമാത് ടമർന്ന് അവന്മാര് അലമാരി പൊട്ടിച്ചെത്തറും. അവന്മാരെ പാന്റ്, ഷർട്ട്, ജട്ടി, നിക്കർ എല്ലാം കത്തി അമർ. മാമിയുടെ മുന്നിൽ അവരെങ്ങനെ നിന്നോ, ഇനിയുള്ള കാലം അവരങ്ങനെ നടന്നാ മതി. ഓക്കെ ഓക്കെ. അങ്ങനെ നിങ്ങൾ വിലസണ്ട. മാറ്റിയിട്ടാണ് മാമി പേടിച്ചോന്ന് വെച്ച് ഞങ്ങളെ പേടിപ്പിക്കാന്ന് വെച്ചോ? யாரு இல்லையா? யாருல்ல இல்லையான்னு பறஞ்சிரல்ல. ഞാനിവിടെ ഭദ്രമായി എത്തി. ഇല്ല, എന്നാരും കണ്ടിട്ടില്ല. നോ, വിഷം ചേർത്ത പായസം മാറിപ്പോയ പോലെ ഇത്തവണ സംഭവിക്കില്ല, ഉറപ്പാ. ആളെ മനസ്സിലായി. ദിനേശ് അവന്റെ അവസാനത്തെ രാത്രിയായിരിക്കുമെന്ന്. അവര് ഗേറ്റ് കടന്നു. 8 മണിക്കൂടെ പവർ കട്ടാ. കരണ്ട് പോയാ പിന്നെ 1 മിനിറ്റ് തികച്ചും വേണ്ട.
ഇത് ബസ് സ്റ്റാൻഡാണ്, ബസ് കാത്തിരിക്കാണ്. പക്ഷെ ആലപ്പുഴ ബസ് പോയാ? ഇത് ബസ് സ്റ്റാൻഡിൽ നമ്മുടെ റൂംസ് ആണിത്. എന്നാ ഒമ്മാരോട് ഇറങ്ങി പോവാൻ പറ. ഇത് പ്രതിമകളാ. ഏത് പ്രതിയുടെ മകളാ? പ്രതിയുടെ മകളല്ല, പ്രതിമകൾ. മലയാളി കള്ള് തറക്കള്ള്. അത് പരമാർത്ഥമാണ്. മലയാളി കള്ള് തറക്കള്ള. വേറെ എണ്ണം തുണിയില്ല ചെറ്റക്കള്ള്. തുണി കൊടുത്തിട്ടുണ്ടോ നോക്ക്. എന്നാലും നാണക്കേടല്ലേ. വല്ലതാ നീ ഒരു മുണ്ടെടുത്ത് കൊടുത്തേടാ. നിന്റെ അഴിച്ച് കൊടുക്കാല്ലോ, വേറെ എടുത്ത് കൊടുക്ക. തുറക്കാൻ പറ്റല്ലടാ. അകത്തേക്ക് തുറക്കണ്ട, പുറത്തേക്ക് തുറക്കടാ. ഞാൻ നമ്മുടെ വീടിന്റെ ഇതിന്റെ അകത്തൊരു പ്രതിമകൾ. ഇവനെന്തിനാ മാറി അലമാരയിലിരിക്കുന്ന എനിക്ക് മനസ്സിലായില്ല. വല്ലഭ, ഇവര് തുണിയില്ലാതെ നിക്കല്ലേ, അവരുടെ കൂടെ നമുക്കിന്ന് വെളിയിലേക്ക് ഇറങ്ങാം. ഇതിലോടൊന്ന് പിടിച്ചടാ. പ്രതിമകളെ വാചാരി പക്ഷേ മാത്രം മാലില്ലടാ. ഒരു സമൂഹത്തിലെ മാല ഉണ്ട്. ഈ മാല ഞാൻ ഇവനെ ഇങ്ങനെ കൈയടിച്ചതല്ലേ പറയണ്ടേ, അല്ലെങ്കിൽ പ്രതിമ ഞെട്ടിപ്പോകൂലേ. സോറി. ചോലപ്പടക്കം ഉണ്ടായിരുന്നെങ്കിൽ പൊട്ടിക്കാൻ മല ചേർത്തല്ലേ ആളുകൾ. എന്ത് ഇത്? ഈ പ്രതിമ ഇല്ലടാ. അതെന്താ കത്തിയണ്ടി അഹിംസ. ഇത്ര വലിയ സിഗ്നല്ല. ശരി, അപ്പൊ നിന്റെ പണിയാണല്ലേ അല്ലടി. കേരളത്തിന്റെ വാതിലടക്കം ആര് പറഞ്ഞു മാമി? ദിനേശിനെ കൊല്ലാൻ ഒരാള് കത്തിയോടെ മുറിയിൽ ഒളിച്ചിരിപ്പുണ്ട്. എന്നെ കൊല്ലാനാ? അതിന് ഈ ലോകത്ത് എനിക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, അത് ഈ പിശാച. പടക്കം പൊട്ടിച്ച് ഞങ്ങളെ കൊല്ലാൻ നോക്കിയതാണല്ലേ. ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കെട്ടണം. പ്ലാനൊക്കെ സൂപ്പറാ. എവിടെ നിന്ന് കിട്ടി 4 കോലങ്ങളെ? അയ്യോ, ഞാൻ പറയരുത് സത്യം. 4ാമത്തത് കോലല്ല, ഒരാളാ. അന്താള് ദിനേശിനെ കൊല്ലാനാണ് വന്നതെന്ന് ഫോണിൽ പറയരുത്, ഞാൻ കേട്ടതാ. ഏതായാലും ഒന്ന് അകത്ത് കയറി ചെക്ക് ചെയ്യാം. നീ കയറി. അത് വേണ്ട, അയാൾ എന്ത് വിചാരിക്കും? വാസ്തോട്ടം തന്നെ ചെല്ല് ചെല്ല്. അയാൾ എന്ത് വിചാരിക്കും? ഇവൻ പേടിയാണെങ്കിൽ ഞാൻ തന്നെ കയറി നോക്കാം. ആരോടെ അവിടെ കയറി ആരെങ്കിലും വാണം വിട്ട് അറിയാം. ജനല പൊളിച്ചിരിക്കുന്നു. വല്ലഭോ, എടാ വല്ലഭ. അയ്യോ, വാ വാസേട്ടാ, എന്താണ് എന്താണ്? ഞാൻ വിചാരിച്ചു വന്നു വിചാരിച്ചു. ആര് വന്നെന്ന് വിചാരിച്ചു? എന്റെ ദൈവമേ, ഇതുപോലത്തെ പേടിച്ചു തുറമ. അതെ, ഞങ്ങൾക്ക് പേടിയുണ്ടെങ്കിലേ അത് നിന്റെ കാര്യത്തിലാ. ഇനി ഞങ്ങളോട് ചോദിക്കാതെ നീ അനങ്ങി പോരുത്. ആണാ? സെക്യൂരിറ്റിയാ. നീ എന്തോന്നും മിണ്ടാത്ത? നിങ്ങളല്ലേ പറഞ്ഞ അനങ്ങാൻ പാടില്ല. അതായത് അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് ചോദിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഓ പിന്നെ നിന്നെ അവിടെ നിന്നെ എങ്ങോട്ട് പോകണം? എന്റെ ദൈവമേ, ഞാനൊന്ന് പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോണാ? ഒന്ന് പിടിച്ച പാസോട്ടാ. അഹിംസാവാദിയായി ഞാൻ ആയുധം കൈകൊണ്ട് തൊടാൻ പാടില്ല. ഇതൊരു ആയുധമായിട്ട് കാണണ്ട. നെല്ല് കുത്തുന്ന വെറും ഒരു ഒലക്കായിട്ട് സങ്കല്പിച്ചാ മതി. വെറും ഒലക്കാണെങ്കിൽ പിടിക്കാം. നിനക്ക് എന്തെങ്കിലും പറ്റിയാലേ പരമ്പോ അവനാ കുടുങ്ങുന്നത്. ആ ഒലക്കിങ്ങനെ അതായത് ഒന്ന് മാറി നിൽക്കണം. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കേണ്ട ജോലിയുള്ളൂ അത്. ബാത്റൂം ചെക്ക് ചെയ്യണം. അത് താണ്ടാ നോക്ക്. കേറാൻ പറ്റുന്നില്ല. ഞാൻ എന്തൊരു മണ്ടനാ, കുനിന്ന് കയറിയാ പോലെ. സെക്യൂരിറ്റിയുടെ ഒരു നേരിയ പിഴവ് സംഭവിക്കാൻ പോലും ഞങ്ങൾ അനുവദിക്കില്ല. ഒരാൺതരി പോലും ബാത്റൂമിനകത്തില്ല. വെള്ളം ഉണ്ടടാ. പിന്നെ രാവിലെ അല്ലേ വെള്ളം? വെള്ളമൊക്കെ വൈകുന്നേരല്ലേ? എടാ, പൈപ്പിൽ വെള്ളം ഉണ്ടെന്ന് നോക്കടാ. ഓ, അടച്ചിട്ടിരിക്കുന്നു. ഉണ്ട്. ആരകത്ത്? ഞാനാ. ഞാനാ. ഇതുവഴി രക്ഷപ്പെടാം. തുടങ്ങിയോ? തുടങ്ങാൻ പോണ്. ശബ്ദത്തിനൊരു വ്യത്യാസം. വേഗം ജോലി തീർക്കണം. കഴിഞ്ഞോ? കഴിഞ്ഞു. അയ്യോ, ഇതെന്താ തമിഴ്നാട് ബാത്റൂമാ? ഇതുവഴി രക്ഷപ്പെടാം.